ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്, നേന്ത്രപ്പഴമാണ്. ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ആവശ്യമുണ്ട്, ഇത്തിരി ഏലക്കപ്പൊടി വേണം. പിന്നെ വേണ്ടത് നമുക്ക് വെർമസെല്ലിയാണ്, നമ്മൾ പായസത്തിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന അതേ വെർമസെല്ലിയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വെർമസെല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു കണക്കിന് ഇപ്പം ഞാൻ കൈ കൊണ്ട് വീണ്ടും ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ആ കണക്കിന് കൈ കൊണ്ടൊന്നിനെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഒന്ന് ചെറുതാക്കി എടുക്കേണ്ടത് ഈ ഒരു കണക്കിന് പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുണ്ടല്ലോ, അത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം, അതുവരെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഒന്ന് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ ഒരു കണക്കിനാണ് എടുക്കുന്നത്. ഒന്ന് ചരിച്ചിട്ട് ഈ ഒരു കണക്ക് മനസ്സിലായല്ലോ, അത് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ നമ്മൾ ആ മാവുണ്ടല്ലോ, മൈദ മാവിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി ഇതൊന്ന് ഈ രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ കണ്ടല്ലോ. മൈദ വെള്ളം ചേർത്തൊന്നും കുഴക്കരുത്, വെറുതെ പൊടിയിലാണ് ഒന്ന് മുക്കി ആ പഴം എടുക്കേണ്ടത്. പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇനി ഈ നമ്മൾ പൊടിയിൽ മുക്കിയ ആ പഴ കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ. എടുത്തിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സേമിയയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സേമിയാണ് എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോൺഫ്ലെക്സും എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ കോൺഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സേമിയ എടുത്തത്. അപ്പോൾ രണ്ടിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, രണ്ടും വെച്ചും യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഇപ്പോൾ എണ്ണയിലോട്ടൊന്ന് ഇടുന്നുണ്ട്. അപ്പം ഈ എണ്ണ ഇപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ വെക്കാവൂ. അത് കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ നമ്മൾ ഒരു മീഡിയത്തിൽ വെച്ച് ഒന്ന് ഗോൾഡൻ കളർ, നമ്മൾ ഇത് കണ്ടല്ലോ, ഈ സേമിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും എടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ ഇത്. പഴംപൊരിയെന്നോ അതോ കിളിക്കൂട എന്നൊക്കെ ഇത് അറിയപ്പെടുന്നത് ഈ ഒരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടല്ലോ, ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്, അല്ലാതെ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കോൺഫ്ലെക്സിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.